ഹിന്ദുമതത്തിൽ ഡെമോക്രസി ഉണ്ട്. ലോകത്ത് ആദ്യമായി ഡെമോക്രസി കണ്ടുപിടിച്ച ഹിന്ദുമതത്തിലാണ്. ഒരു വീട്ടിൽ തന്നെ യുക്തിവാദി, ഒരു വീട്ടിൽ തന്നെ സംഘി, ഒരു വീട്ടിൽ തന്നെ കൊങ്ങി, ഒരു വീട്ടിൽ തന്നെ കമ്മി. അല്ലേ? ഇത് നമ്മുടെ ഹിന്ദുമതത്തിന്റെ സവിശേഷതയാണ്. അതുപോലെ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ഒരു അടിച്ചേൽപ്പിക്കലില്ല. ഒരു വീട്ടിൽ ശിവന്റെ ഭക്തൻ, പരമഭക്തൻ, അതേ വീട്ടിൽ അയ്യപ്പ ഭക്തൻ, അതേ വീട്ടിൽ കൃഷ്ണഭക്തൻ, അതേ വീട്ടിൽ ഒരു ഭക്തി ഇല്ലാത്തവൻ ഗണപതിയോ നടക്കുമ്പോൾ കാലുമ കാല് കെട്ടിച്ചിരിക്കുന്നു, ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് ഡെമോക്രസി അല്ലേ? ആരും നിർബന്ധിക്കുന്നില്ല, അമ്പലത്തിൽ പോടാന്ന് ഓടിക്കുന്നില്ല. എത്ര ഡെമോക്രാറ്റിക് ആയ റിലീജിയനാണ് ഹിന്ദുമതം. അതിന്റെ ദോഷവും അത് തന്നെയാണ്. അതുകൊണ്ട് ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതാ പ്രശ്നം. മൗനമായി ക്ഷേത്ര അങ്കണത്തിൽ ദർശനം നടത്തണം എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഹിന്ദുക്കൾ ബഹളം വയ്ക്കും. നിശബ്ദത പാലിക്കൂ എന്ന് ബോർഡ് കാണുമ്പോഴാണ് ശബ്ദം ഉണ്ടെന്നുള്ള കാര്യം പോലും ഹിന്ദുക്കൾ ഓർമ്മിക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിൽ അമ്മ ഒരു ബോർഡ് വെച്ചു കുറെ മുമ്പ്. ശബ്ദം മന്ത്രജപത്തിന് മാത്രം. ഇപ്പൊ അത് എല്ലാ ക്ഷേത്രങ്ങളിലും കാണാം. ഇപ്പൊ മന്ത്രം എന്നൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. നിശബ്ദത പാലിക്കൂ പറഞ്ഞാൽ മനസ്സിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചിന്തിക്കാലോ. അതിന് പകരം അമ്മ ഒരു ബോർഡ് വെച്ചു. എന്താണ്? ശബ്ദം മന്ത്രജപത്തിന് മാത്രം. അപ്പൊ നല്ല ബോർഡല്ലേ അത്? ഇപ്പൊ മന്ത്രജപം എന്നൊരു സാധനം ഉണ്ടെന്നും നമശിവ എന്നൊരു മന്ത്രം ഉണ്ടല്ലോ, അപ്പൊ ഓർമ്മയിൽ വരും. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എന്താ ചെയ്തിരുന്നത്? ഈ പോലത്തെ യോഗയൊന്നും അന്ന് അങ്ങനെ പ്രശസ്തമല്ല. അവിടെ യോഗ ചെയ്യലും ഒന്നുമില്ല. എന്താ അന്ന് ചെയ്തിരുന്നത്? സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കും. അവിടെ ഇരുന്നിട്ട് രാമ 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 പാഹിമാം എന്ന് ചൊല്ലു അല്ലെ? അങ്ങനെ രാമന്റെ നാമം. പിന്നെ നമശിവായ 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 ജപിക്കും. പിന്നെ മറ്റേ പൂന്താനത്തിന്റെ എന്താണ്? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പൂന്താനത്തിന്റെ കൃതിയാണ്. പാടും. ഈ 3 കാര്യമുള്ളൂ. ചില അത്യാവശ്യം നല്ലോണം സംസ്കൃതമൊക്കെ അറിയാവുന്ന അമ്മമാരാണ് ചില ഹരിനാമ കീർത്തനവും ജ്ഞാനപ്പാനിയും പോരാത്തിന് രാമായണവും വായിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലോണം താന്ത്രികമായിട്ടൊക്കെ പാരമ്പര്യമുള്ള ഇല്ലമോ അല്ലെങ്കിൽ അങ്ങനത്തെ തറവാടൊക്കെ ആണെച്ചാൽ അവര് വിഷ്ണു സഹസ്രനാമം വായിക്കും, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം വായിക്കും. സന്ധ്യാവേളകളിൽ ദുർഗോപാസനയ്ക്ക് ഒന്നാം തരമാണ്. ശത്രുദോഷം, ആഭിചാരദോഷം, മന്ത്രദോഷം, മന്ത്രതന്ത്രദോഷം, ബാധാദോഷമൊക്കെ നീക്കാൻ സന്ധ്യാവേളകളിൽ ദുർഗയെ ഉപാസിക്കണം. അത് ഏറ്റവും നല്ലത് ലളിതാ സഹസ്രനാമം ജപിക്കലാണ്. 10 രൂപയ്ക്ക് കിട്ടും പുസ്തകം, ബുക്ക് സ്റ്റോളിൽ കിട്ടും. വാങ്ങില്ല. 500 രൂപയുടെ ഷഡ്ഡി വാങ്ങിയിടും. 10 രൂപയുടെ സഹസ്രനാമം വാങ്ങി ജപിക്കില്ല. ഹിന്ദുക്കൾക്ക് പണമുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. വിഡ്ഢികളാണ് പൊതുവെ. എല്ലാരെയും പറയല്ലോ, അടച്ചാക്ഷേപിക്കില്ല. ഒരു വലിയ ശതമാനം ബോധമില്ല, അത് സത്യമാണ്.